അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു ചിക്കൻ ഗോബി മസാല ഉണ്ടാക്കാൻ പോവുകയാണ്. ആ മസാലയ്ക്ക് വേണ്ട ചിക്കൻ ഇതാ ചെറുതാക്കി ഞാൻ കട്ട് ചെയ്ത്, ഇത് ബോൺലെസ് ചിക്കൻ കേട്ടോ, എല്ലില്ലാതെ ചിക്കൻ ഇതാങ്ങളുണ്ട്. ആ ബോൺലെസ് ചിക്കൻ എടുത്തിട്ട് ചെറുതാക്കി കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കന്. ഈ ചിക്കൻ നമുക്കൊന്ന് മാഗ്നേറ്റ് ചെയ്തേക്കണം ആദ്യം. അപ്പോൾ അതിന് ആദ്യം ഒന്ന് മാഗ്നേറ്റ് ചെയ്തേക്കാൻ ഒരു 4 ടേബിൾ സ്പൂണ് കട്ട തൈര്, 1 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി, 1 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ചതച്ചത്, ഉപ്പ്, ഒരു കുറഞ്ഞ പെപ്പർ, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരൽപ്പം കറിവേപ്പില. ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഒരു മണിക്കൂർ നേരത്തേക്ക് ഇതൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. ഇപ്പം നമ്മൾ ചിക്കൻ ഇതാ നല്ലോണം നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ നമുക്കിതൊന്ന് റെഡിയാക്കിയിട്ട് ഒരു മണിക്കൂർ നേരം നമുക്കിതൊന്ന് വെക്കാം, റെസ്റ്റിന് വെക്കാം. അതിനുശേഷം നമുക്ക് കടായിലിട്ട് ഫ്രൈ ആക്കി എടുക്കണം ആദ്യം ഇതൊന്ന്. അപ്പോൾ നമുക്ക് ഇതൊന്ന് റെസ്റ്റിന് വെച്ച് വരാം. ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് ചെങ്ങന്മാരെല്ലാവരും വിശേഷങ്ങളും വർത്തമാനങ്ങളും? ബഷീറാണ്, റിച്ചൂസ് കിച്ചണിൽ നിന്ന്. എല്ലാവർക്കും സ്വന്തം തന്നെ. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്കാണെങ്കിൽ ഒരു ചിക്കൻ ഗോബി മസാല ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് നമ്മൾ ചിക്കൻ ഇടാൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കന്, അതിന് വേണ്ടത് കച്ചപ്പ് വേണം, ഗോബിത, തക്കാളി, ഉള്ളി, മസാലപ്പൊടികൾ, ഇഞ്ചി പച്ചമുളക് ചതച്ചത്, കറിവേപ്പില, കച്ചപ്പ്, ടൊമാറ്റോ പേസ്റ്റ്, ഡ്രൈ ഗരം മസാല, ചെറിയ ജീരകം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് ഒലീവ് ഓയിലാണ്. ഇത് ഒലീവ് ഓയിലാണ്, ഒലീവ് ഓയിൽ ഉണ്ടാക്കുകയാണ്. അപ്പം നമുക്ക് ആദ്യം എന്ത് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കണം. കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഒലീവ് ഓയിൽ ഒഴിച്ച് ഇങ്ങനെ നമുക്ക് ആ ചിക്കൻ ഒന്ന് ആദ്യം ഫ്രൈ ആക്കിക്കൊണ്ട്. ഇപ്പം നമ്മൾ ചിക്കൻ ഇതാ ഞാൻ എണ്ണയിലിട്ട് ഞാൻ പൊരിച്ചെടുക്കുന്നുണ്ട്. ഇത് ഫ്രൈ ആക്കി ഇങ്ങോട്ട് എടുക്കട്ടെ, നല്ലോണം ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ആ ചിക്കൻ ഇട്ട് ആ മസാലയിലേക്ക് ഞാൻ എന്ത് ചെയ്തിട്ട് നമ്മളെ ഗോബി ഇട്ടിരിക്കുന്നത്, ഗോബി ഒന്ന് മസാലയിൽ ഇട്ടിട്ട് ഒന്ന് ഇതാക്കി എടുക്കണം. എന്നിട്ട് ഈ എണ്ണ തന്നെ ഇട്ടിട്ട് ഈ ഗോബി നമുക്കൊന്ന് പൊരിച്ചെടുക്കും. ഇപ്പം നമ്മളെ ചിക്കൻ ഇതാ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കണ്ടോ, ഇത്രയും ഫ്രൈ ആയാൽ മതി. ഇനി നമുക്ക് എന്ത് ചെയ്യാതെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമ്മൾ എടുത്ത് വെച്ച ഗോബി ഉണ്ടല്ലോ, ആ ഗോബി ഒന്ന് നമുക്ക് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഇതൊരു സ്റ്റൈനറിലേക്ക് മാറ്റി വെക്കുക. അപ്പോൾ എണ്ണ കുറ്റി വീഴുകയും ചെയ്യും. ഇപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്, ഇത്രയും ഫ്രൈ ആയാൽ മതി. ബാക്കി മസാല കിടന്നിട്ട് കുറച്ചുകൂടി ഭാഗമുണ്ട്. അപ്പോൾ നമുക്കിതൊരു സ്റ്റൈനറിലേക്ക് മാറ്റിയെടുക്കാം. ഇപ്പം നമ്മൾ ചിക്കൻ ഇതാ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കണ്ടോ, ഇത്രയും ഫ്രൈ ആയാൽ മതി. ഇനി നമുക്ക് എന്ത് ചെയ്യാതെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമ്മൾ എടുത്ത് വെച്ച ഗോബി ഉണ്ടല്ലോ, ആ ഗോബി ഒന്ന് നമുക്ക് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഇതൊരു സ്റ്റൈനറിലേക്ക് മാറ്റി വെക്കുക. അപ്പോൾ എണ്ണ കുറ്റി വീഴുകയും ചെയ്യും. ഇപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്, ഇത്രയും ഫ്രൈ ആയാൽ മതി. ബാക്കി മസാല കിടന്നിട്ട് കുറച്ചുകൂടി ഭാഗമുണ്ട്. അപ്പോൾ നമുക്കിതൊരു സ്റ്റൈനറിലേക്ക് മാറ്റിയെടുക്കാം. ഇപ്പം ഞാൻ ചിക്കനൊക്കെ ഈ സ്റ്റൈനറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതേ എണ്ണയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഗോബി ഉണ്ടല്ലോ, ഗോബി ഒന്ന് ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം. അപ്പം ഞാൻ ഈ ഗോബിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കട്ടെ. നമ്മൾ ചിക്കൻ മസാല ഇട്ടിച്ച് അതേ മസാലയിൽ തന്നെ കേട്ടോ ഈ ഗോബി ഇട്ടത്. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയി. ഇപ്പോൾ നമ്മളെ ഗോബി ഇതാ ഫ്രൈ ആയിട്ടുണ്ട്, ഫുള്ളായിട്ട് ഫ്രൈ ആക്കിയിട്ടില്ല. ഇനി ബാക്കി നമ്മൾ മസാലയൊക്കെ ഇടുന്ന് ഇടാനുള്ളതാണ്. അപ്പം ഞാനിത് ഇതിലേക്ക് മാറ്റുകയാണ്, ഈ ചിക്കൻ്റെ സൈഡിലേക്ക് ഇത് മാറ്റി വെക്കട്ടെ. എന്നിട്ട് ഇതേ ചട്ടി തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഈ മസാലക്കീലുള്ളത് ഈ ചട്ടി തന്നെ കിടക്കട്ടെ. ഇപ്പം നമ്മൾ ചിക്കനും മറ്റേ ഗോപിയൊക്കെ പൊരിച്ച് അതേ ചട്ടി തന്നെയാണ് ഞാൻ ഈ മസാല ഉണ്ടാക്കുന്നത്, അത് എണ്ണയിൽ തന്നെ. ഇപ്പോൾ ഞാനിത് അവിടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എണ്ണയിലേക്ക് എന്ത് ചെയ്യാന്നുണ്ടെങ്കിൽ ഡ്രൈ ഗരം മസാല ഇട്ടെടുത്ത്, ജീരകം ഇട്ട് കൊടുത്ത് ഇതൊന്ന് ചൂടാക്കി കൊണ്ട് എടുത്തിട്ട് ഉള്ളിയിട്ട് കൊടുക്കുക. ഇപ്പം നമ്മളെ ഉള്ളി ഒരു പകുതി വാടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ ചട്ടി ഒന്ന് മാറ്റുകയാണ്. വേറെ കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കടായിൽ അല്പം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആദ്യം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലോണം ഒന്ന് ഫ്രൈ ആക്കിയിട്ട് ആ പച്ചമണം മാറി വരുന്നവരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പം നമ്മൾ നേരത്തെ ആക്കി വെച്ച ആ ഉള്ളി ചെമ്പിലേക്ക് മാറ്റിയിട്ട് ഒന്നും കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. കുറച്ചും കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒന്നും കൂടി ഒന്ന് ഫ്രൈ ആയി വരട്ടെ. ഇപ്പം കണ്ടോ നമ്മളെ ഉള്ളിതാ വാടി വന്നിട്ടുണ്ട്. ഇത്രയും വാടിയാൽ മതി. ഈ മസാല ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അറബിക് ഡിഷാട്ടോ, അറബ്യൻ ഡിഷ്, അറബികളെ ഫേവറേറ്റ് ഡിഷാണ് അത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തക്കാളി ഒന്ന് ഇതിലിട്ടിട്ട് തക്കാളി ഒന്ന് കുക്കായി വരട്ടെ.
ഇതിൻ്റെ കോമ്പിനേഷൻ പറഞ്ഞിട്ടാണെങ്കിൽ ചപ്പാത്തിയും പൊറാട്ടയും കേട്ടോ. കുബൂസ്, ചപ്പാത്തി, പൊറാട്ട ഇതൊക്കെയാണ് ഇതിൻ്റെ കോമ്പിനേഷന്. അപ്പോൾ ഇതൊന്ന് ഇതിൽ കിടന്ന് തക്കാളി ഒന്ന് കുക്കായി വരട്ടെ. അതിന് ശേഷം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഇടും. അപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ ഏതാണ്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ്, കുറച്ച് കച്ചപ്പ്, ഒരു 2-3 ടേബിൾ സ്പൂൺ കച്ചപ്പ്, അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നന്ന് മിക്സാക്കി എടുത്തിട്ട് ഈ ടൊമാറ്റോ പേസ്റ്റും കച്ചപ്പും അതിനുശേഷം നമ്മൾ എടുത്തു വെച്ച മസാലപ്പൊടികളെല്ലാം ഇതെല്ലാം കൂടി ഇതിൽ കിടന്നുങ്ങാനി നല്ലോണം ഒന്ന് കുക്കായി വരട്ടെ. ഈ മസാലയും കച്ചപ്പും ടൊമാറ്റോ പേസ്റ്റും എല്ലാം കൂടി ഇതിൽ കിടന്നിട്ടൊന്ന് കുക്കായി വരട്ടെ. ആ പച്ച മണം മാറി വരും മസാലൻ്റെ. ഇപ്പോൾ കണ്ടോ നമ്മളെ ചിക്കൻ ഗോബി മസാല ഇതാ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി കുക്കാവാനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഗോപിയും ചിക്കനും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ചെറിയ തീയിലിട്ട് കുക്ക് ചെയ്യാം. നമ്മൾ നേരത്തെ ഇവിടെ പൊരിച്ച് റെഡിയാക്കി വെച്ചേ. അപ്പോൾ നമുക്കിത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ചിക്കനും ഗോപിയും എല്ലാം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് ഇനി ഇതൊന്ന് നല്ലോണം മിക്സാക്കി എടുക്കുക. മിക്സാക്കി റെഡിയാക്കി എടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ചെറിയ തീയിലിട്ട് ഒരു 2 ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്യാൻ മറന്നു. ഏതാണ് അത് നമുക്ക് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂണ് റുമൻ ചിപ്സ്. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ചെറിയ തീയിൽ നമുക്കൊരു 25 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്യാം. ഇപ്പം നമ്മൾ ചിക്കൻ്റെ മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് ഞാൻ നമ്മൾ വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. മിക്സ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്ത് ചെയ്യുക, ചെറിയ തീയിൽ നമുക്കൊരു 25 മിനിറ്റ് ഇവിടെ കിടന്ന് കുക്കായി വരും. അപ്പം നമ്മളെ ചിക്കൻ ഗോബി മസാല റെഡി ആയിട്ടുണ്ട്, അഥവാ ദിജാജ് മസാല. അതിൽ ഒരല്പം ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മളിതിൽ ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുത്ത് മല്ലിയിലയും ചെറുതായി കട്ട് ചെയ്ത് കൊടുത്തിട്ട് അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. കുക്കായി എല്ലാം അടിപൊളി ടേസ്റ്റിലുള്ള ചിക്കൻ ഗോബി മസാല. അപ്പോൾ നമുക്കിത് ഇതിൻ്റെ കൂടെ ചപ്പാത്തിയും കൂട്ടി കഴിക്കാം. ഇപ്പം നമ്മൾ ചിക്കൻ ഗോബി മസാലയും ചപ്പാത്തിയും ഇതിൻ്റെ കോമ്പിനേഷനാണ്. ഈ ചിക്കൻ ഗോബി മസാലേൻ്റെ കോമ്പിനേഷനാണ് ഈ ചപ്പാത്തി അല്ലെ പൊറാട്ട. ഇതിൻ്റെ നല്ലൊരു ടേസ്റ്റാണ് ഇതിന് കൂട്ടി കഴിക്കാൻ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല തിക്കുള്ള ഗ്രേവി എല്ലാം വെന്ത് റെഡിയായി സൂപ്പറായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റി ഫുഡ് അത്, അറബിക് ടേസ്റ്റി ഫുഡ് അത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലൈക്കൺ അമർത്തുക. ഓൾ എന്നാണ് ഓപ്ഷനിൽ അമർത്തി കൊടുക്കുക. നിങ്ങളോട് ചോദിക്കുന്നത് ഒരു ലൈക്ക്, ഒരു സബ്സ്ക്രൈബ്, ഒരു കമൻറ്റ് കേട്ടോ, മറക്കരുതേ. അപ്പം ഇനി പുതിയ വീഡിയോയിൽ പുതിയ റെസിപ്പി ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക് യു. ശുഭനിദ്ര, ശുഭരാത്രി.